നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ, പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ 2025 ഒക്ടോബർ മാസം 18 ശനിയാഴ്ച സംഭവിക്കുന്ന വ്യാഴമാറ്റത്തെ സംബന്ധിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായം തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, 2025 ഒരു വ്യാഴമാറ്റം കഴിഞ്ഞേ ഉള്ളൂ. മെയ് മാസം 14. സാധാരണയായിട്ട് വ്യാഴം ഒരു വർഷം ഒരു രാശിയിൽ നിൽക്കും. ഇതിപ്പോൾ കർക്കിടകൻ രാശിയായിരിക്കുന്ന ഉച്ചരാശിയിലേക്ക് വ്യാഴം വരണു. കേവലം 48 ദിവസം മാത്രമേ കർക്കിടകൻ രാശിയിലുള്ളൂ. അതിനുശേഷം മിഥുനം രാശിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഈ വ്യാഴം രാശി മാറുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. അതായത് ഈ ഗ്രഹഗോളാദികൾ സൂര്യനെ ചുറ്റുന്ന സമയത്ത് ഭൂനിവാസികളായിരിക്കുന്ന നമ്മൾക്ക് ഗ്രഹങ്ങൾ രാശി മാറുന്നതായിട്ടുള്ളൊരു തോന്നൽ സംഭവിക്കാം. ഇപ്പോൾ കുറേ നക്ഷത്രങ്ങൾ കൂടിയിട്ട് ഒരു രാശി പശ്ചാത്തലം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മേടൻ രാശിക്ക് ആടിൻ്റെ സ്വരൂപം, ഇടവൻ രാശിക്ക് കാളയുടെ സ്വരൂപം, മിഥുനം രാശിക്ക് വീണാധാരിയായിരിക്കുന്ന പുരുഷൻ്റെ സ്വരൂപം, പുരുഷനും സ്ത്രീയും കൂടിയിട്ടുള്ള സ്വരൂപം, കർക്കിടകം ഞണ്ടിൻ്റെ സ്വരൂപം, ഇങ്ങനെയൊക്കെ ഓരോ സ്വരൂപത്തിനനുസരിച്ചിട്ട് നമ്മൾ രാശി പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ആ രാശിയുടെ പശ്ചാത്തലത്തിൽ വ്യാഴത്തിനെ കാണുമ്പോൾ ആ വ്യാഴം ആ രാശിയിലാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു. കാരണം കോടാനുകോടി കിലോമീറ്ററുകൾക്ക് എടുക്കുന്ന ചില നക്ഷത്രങ്ങളൊക്കെ കൂടിയിട്ടാണ് അങ്ങനെ ഒരു രൂപം തെളിയണത്. അപ്പോൾ ഈ സൂര്യനെ ചുറ്റുന്ന നമ്മുടെ സൗരയൂഥത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാലക്സിയൊക്കെ ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് അതിനാധാരം. ആകാശഗംഗ എന്ന് പറയും. അപ്പോൾ ഈ സൂര്യനെ ചുറ്റുന്ന ഗ്രഹഗോളാദികൾ പല വേഗത്തിൽ പല സമയത്ത് ചുറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയും അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചുറ്റി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഭൂമിയിലുള്ള ആളുകൾ ഈ വ്യാഴത്തെ ഇപ്പോൾ ഇത്രയും കാലം മിഥുനം രാശിയിൽ കണ്ടു. അതിനുശേഷം അതായത് ഇപ്പോൾ തുലാമാസം 1 മുതൽ ഒക്ടോബർ 18 മുതൽ കുറച്ച് കാലഘട്ടത്തേക്ക് കർക്കിടക രാശിയിൽ കാണും. അപ്പോൾ വ്യാഴം കർക്കിടകത്തിലാണെന്ന് പറയും. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. വ്യാഴം കർക്കിടക രാശിയിൽ വരുന്നില്ല എന്ന് വെച്ചാൽ ഗ്രഹനിലപ്രകാരം നമ്മൾ ആ പശ്ചാത്തലത്തിൽ കാണുന്നു. അതിന് ആധികാരികമായിട്ട് നമുക്കൊരു വിശേഷണം തരാൻ സാധ്യമല്ല. കാരണം ഒരു വർഷം വേണം വ്യാഴത്തിനൊരു രാശി കടക്കണമെങ്കിൽ. ഈ 12 രാശികളും കടന്നാൽ സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റുന്നതിന് തുല്യ. അതായത് ഒരു 12 വർഷം വ്യാഴവട്ടം എന്ന് പറയും. സൂര്യനെ ഒരു പ്രാവശ്യം വ്യാഴത്തിൽ വിട്ടണമെങ്കിൽ 12 വർഷം വേണം. അപ്പോൾ ഈ 48 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഈ വ്യാഴം മിഥുനം രാശിയിലേക്ക് വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഭാവം ഗണിച്ചു കഴിഞ്ഞാൽ നവംബർ 22 ശേഷം മിഥുനം രാശിയിൽ വ്യാഴം വരുന്നുണ്ട്. അപ്പോൾ ഭാവടക്കം ഗണിച്ചു നോക്കി. അപ്പോൾ ഭാവം ഗണിക്കുമ്പോൾ മിഥുനമാസം 22 ശേഷം വീണ്ടും മിഥുനം രാശിയിൽ വ്യാഴം എത്തുന്നുണ്ട്. അപ്പോഴും സ്ഥിതി കർക്കിടകത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസം മാത്രമാണ് അതിന് ആധാരം എന്ന് വരും. അപ്പോൾ പ്രത്യേകിച്ച് ഇതിന് ഒരു ഫലം പറയേണ്ടതില്ല എന്ന് തന്നെയാണ്. ഈ നമ്മളെ വ്യാഴമാറ്റത്തെ സംബന്ധിച്ചിട്ടൊക്കെ 12 കൂറുകാരുടെയും 27 നക്ഷത്രക്കാരുടെയൊക്കെ ഫലങ്ങൾ പറയാറുണ്ട്. സാധാരണയായിട്ട് ഇതിന് അത്ര പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതിനെ പൊലിപ്പിക്കാനൊന്നുമില്ല. പലരും പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ആസ്ട്രോമീഡിയയുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. കാരണം വ്യാഴം ഇപ്പോൾ അന്ത്യദ്രേക്കാണത്തിലാണ് നിൽക്കുന്നത്. അന്ത്യദ്രേക്കാണത്തിലും ആദ്യദ്രേക്കാണത്തിലും വ്യാഴത്തിന് ഫലം തരാനുള്ള ശക്തിയില്ല. വ്യാഴം പൊതുവെ ഫലം തരില്ല. ഗുരു ഭാർഗവോ ഭവനസ്യ മധ്യയാദോ. ശുക്രനും വ്യാഴവും രാശി മാറിക്കഴിഞ്ഞാൽ മധ്യദ്രേക്കാണത്തിൽ മാത്രമാണ് ഫലം തരിക. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കുക, ഈ പറയുന്ന പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ആധികാരികത ഇല്ല. നമ്മൾ വ്യാഴത്തിൻ്റെ സ്ഥിതി കുറച്ച് കാലഘട്ടത്തിൽ കർക്കിടകത്തിൽ വരണു എന്നുള്ളൊരു തോന്നലാണ് ഇതിനാധാരം. അപ്പോൾ ഇതുകൊണ്ട് വലിയ വലിയ മാറ്റങ്ങളും ആഗോളതലത്തിലൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ആളുകൾക്കും പ്രത്യേകിച്ച് വലിയ അനുഭവങ്ങളൊന്നും വരാനുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വ്യാഴമാറ്റത്തിന് അധികം പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇനി അടുത്ത വ്യാഴമാറ്റം വരുന്നത് നമുക്ക് ഇടവമാസത്തിൽ ഒരു വ്യാഴമാറ്റം വരുന്നുണ്ട്. അതായത് 2026 ജൂൺ മാസം 2 അന്ന്
കർക്കിടകത്തിൽ വ്യാഴം വരുന്നുണ്ട്. ആ സമയത്ത് മാത്രമായിരിക്കും വ്യാഴമാറ്റത്തിൻ്റെ ഫലം പറയേണ്ടതുള്ളൂ. അതുവരെയ്ക്ക് എല്ലാവരും കാത്തിരിക്കുക. അപ്പോഴാണ് ശരിക്കും വ്യാഴം രാശി മാറി വരുന്നത്. അതുകൊണ്ട് ഇതുവരെ കേട്ടതൊക്കെ അങ്ങോട്ട് മറന്നേക്കുക കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. ജ്യോതിഷ കുതികികളോടും, അതായത് ജ്യോതിഷ പണ്ഡിതന്മാരോടൊക്കെ കൂടിയിട്ട് ചർച്ച ചെയ്തതിൻ്റെ ഒരു ഫലം, ഒരു റിസൾട്ട് കൂടിയിട്ടാണ് നിങ്ങളോട് പറയണത്. അപ്പോൾ നമ്മുടെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കിയതിൻ്റെ ശേഷം മാത്രമാണ് ആസ്ട്രോമീഡിയയിലൂടെ ഇങ്ങനൊരു ഫലം പുറത്തുവിടുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും അത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചാനലിലൂടെ പറയാറുള്ളൂ. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഇത് അറിവിലേക്കായിട്ടുള്ള ഒരു സന്ദേശമായി മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. നമ്മൾ മറ്റുള്ള ഫലങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. വ്യാഴത്തിന് മധ്യരേഖാണത്തിൽ മാത്രമാണ്, അതായത് 10 ഡിഗ്രിക്ക് ശേഷം 20 ഡിഗ്രിയുടെ ഉള്ളിൽ മാത്രമാണ് ഫലം ഉണ്ടാവുക. അതിനുശേഷം വ്യാഴം പൊതുവെ ഫലം തരാൻ ശക്തനല്ല. അപ്പോൾ നമ്മൾ മിഥുനം രാശിയുടെ ഫലം തന്നെയായിരിക്കും ഇതുവരെ അങ്ങോട്ട് തുടർന്ന് പോവുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.